പ്രതിഷേധങ്ങൾക്കിടയിലും തൊഴിലുറപ്പ് പദ്ധതി മാറ്റാനുള്ള വിവാദ ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. മഹാത്മാഗാന്ധിയുടെ പേരടക്കം വെട്ടിയുള്ള മാറ്റത്തെ ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പാർലമെന്റ് കവാടത്തിലും ധർണ നടത്തും. സംസ്ഥാനങ്ങൾക്ക് മുകളിൽ അധിക ബാധ്യത കെട്ടിവെക്കുന്നുവെന്നാണ് സർക്കാരിന്റെ വിമർശനം. തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നീക്കമെന്ന് മന്ത്രി എം പി രാജേഷ് വിമർശിച്ചു. പി ആർ സുനിൽ നൽകും വിശദാംശങ്ങൾ. പി ആർ സുനിൽ, UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയതായിരുന്നു. ഇതിൽ മഹാത്മാഗാന്ധിയുടെ പേര് അടക്കം വെട്ടിമാറ്റുന്ന തീരുമാനം, ഇതിലടക്കമുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. എത്രത്തോളം പ്രതിഷേധിക്കാൻ, ഏതൊക്കെ രീതിയിൽ പ്രതിഷേധിക്കാം, ഒപ്പം ഈ പദ്ധതിക്കെതിരെ ഏത് രീതിയിൽ, ഈ പദ്ധതിയുടെ പേര് മാറ്റുന്നടക്കമുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം കടക്കുന്നത്? ശ്രുതി, ഏതായാലും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കുമെന്ന് പാർലമെന്റിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുന്നു എന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടന തന്നെ കേന്ദ്ര സർക്കാർ പൊളിച്ചെഴുതാൻ പോവുകയാണ്. ഇനി പുതിയ ബില്ല് അനുസരിച്ച്, അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് ഇനി ജി ബിൽ എന്ന പേരിൽ പുതിയ ഒരു നിയമമായി മാറുമ്പോൾ ഇതിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ വരും. നിലവിൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയ പോലെ പണം കേന്ദ്ര സർക്കാർ നൽകില്ല. ഓരോ സംസ്ഥാനങ്ങൾക്കും നിശ്ചിത തുക മാത്രമേ നൽകേണ്ടതുള്ളൂ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാം. ഏതായാലും ഇതിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റായി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പോലും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത ഇനി സംസ്ഥാനങ്ങൾക്ക് മേൽ കൂടി വരുന്ന തരത്തിലാണ് പുതിയ ഘടന വരുന്നത്. ഏതായാലും ഇത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നൊക്കെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷത്തിന്റെ ധർണയൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. അതിനുശേഷം ഈ ബില്ല് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനം. പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്കോ വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും ഈ ബില്ല് അവതരണ സമയത്ത് ഇന്ന് പാർലമെന്റിൽ ഉണ്ടാവുക. ഓക്കെ, വിവാദ ബിൽ പാർലമെന്റിലെത്തുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പി ആർ സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.